So in this session, let's do some problems based on flow over weir or notch. So first question, find the discharge of water flowing over a rectangular notch of 2 meter wide when the constant head over the notch is 50 centimeter. Take CD for the notch as 0.62. Simple question Anna. So find the discharge of water flowing over a rectangular notch of 2 meter wide. So width of rectangular notch L is equal to 2 meter. Width of rectangular notch L is equal to 2 meter. Head over the notch H is equal to 50 centimeter or 0.5 meter. 50 centimeter or 0.5 meter. Coefficient of discharge CD is equal to 0.62. Now rectangular notch ആണെങ്കിൽ discharge ന്റെ formula എന്താണ്? Q actual is CD into 2 by 3 into L into root 2G into H raised to 3 by 2. Direct substitution 0.62 into 2 by 3 into L is 2 into root of 2 into 9.81 into H raised to 3 by 2, that is 0.5 raised to 3 by 2. So ഇത് calculate ചെയ്ത് നോക്കുമ്പോൾ അറിയാം എത്രയാണ് discharge എന്ന്. 1.295 meter cube per second. 1.295 meter cube per second. Now next question, determine the height of a rectangular weir of length 6 meter to be built across a rectangular channel. The maximum depth of water on the upstream side of the weir is 1.8 meter and discharge is 2000 liter per second. Discharge is 2000 liter per second. Take coefficient of discharge CD equal to 0.6 and neglect end contractions. So here you have to determine the height of rectangular weir. Rectangular weir in the height കണ്ടുപിടിക്കണം. And the maximum depth of water തന്നിട്ടുണ്ട്, length തന്നിട്ടുണ്ട്, discharge തന്നിട്ടുണ്ട്, coefficient of discharge തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കാം. This is the crest. ഇത് downstream side, ഇത് upstream side. ഇപ്പോൾ ക്രസ്റ്റിന് മുകളിലുള്ള വാട്ടറിന്റെ ഹൈറ്റ് H, ടോട്ടലി Y. അപ്പോൾ ഇത്ര വരും? Y minus H. This is the nappe. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് height of rectangular weir, അതായത് y minus h ആണ് കണ്ടുപിടിക്കാനുള്ളത്. തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ്? ലെങ്ത് തന്നിട്ടുണ്ട് 6 meter, maximum depth of water on the upstream side
y is equal to 1.8 meter. Discharge over rectangular weir. Q actual is 2000 liter per second or 2 meter cube per second. Coefficient of discharge 0.6. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഡിസ്ചാർജിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് h വാല്യൂ കണ്ടുപിടിക്കാം. റെക്ടാങ്കുലർ വിയർ ആയതുകൊണ്ട് ഡിസ്ചാർജ് എങ്ങനെ വരും? Q actual will be equal to CD into 2/3 into L into root of 2G into h raised to 3/2. That is 2 is equal to 0.6 into 2/3 into 6 into root of 2 into 9.81 into h raised to 3/2. അപ്പോൾ ഈ ഇക്വേഷൻ അതായത് ആക്ച്വൽ ഡിസ്ചാർജ് ഓഫ് റെക്ടാങ്കുലർ നോച്ച് ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് h വാല്യൂ കിട്ടും. എന്ന് പറയുന്നത് ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ആണ്. ക്രസ്റ്റിന് മേലുള്ള വാട്ടറിന്റെ ഹെഡ്. ഇതിൽ നിന്ന് h എത്ര കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ 0.328 മീറ്റർ എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താണ്? ഹൈറ്റ് ഓഫ് വിയർ. സോ ഹൈറ്റ് ഓഫ് rectangular weir is equal to y minus h. That is y എത്രയാ? 1.8 meter minus 0.328 എത്ര വരും? 1.472 meter. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം വാട്ടർ ലെവൽ ഓൺ ദി അപ്സ്ട്രീം സൈഡ് y വാല്യൂ തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. വിയറിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്ചാർജ് അറിയാം. അപ്പൊ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ഓഫ് വിയർ അല്ലെങ്കിൽ ഓവർ ദ സിൽ ഓഫ് വിയർ ക്യാപിറ്റൽ H കണ്ടുപിടിക്കാം. ഡിസ്ചാർജ് റെക്ടാങ്കുലർ വിയർ ആയതുകൊണ്ട് ഡിസ്ചാർജ് ഇക്വേഷൻ Q actual is equal to CD into 2/3 into L into root 2G into h raised to 3/2 എന്നാണ് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. അതിനകത്ത് ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹെഡ് ഓഫ് വാട്ടർ അബവ് ദ സിൽ ഓർ ക്രസ്റ്റ് ഓഫ് വിയർ. ആ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്സ്ട്രീമിലുള്ള മാക്സിമം വാട്ടർ ലെവലിന്റെ ഡെപ്ത് അറിയാം, y. അപ്പോൾ y h അറിയാണെങ്കിൽ ഈ ഫിഗർ നോക്കിക്കേ, ഹൈറ്റ് ഓഫ് വിയർ എത്രയായിരിക്കും? y minus h. സോ h കിട്ടി, y അറിയാം, y minus h ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് റെക്ടാങ്കുലർ വിയർ കിട്ടും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ജസ്റ്റ് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ ഫ്ലോസ് ഓവർ എ റെക്ടാങ്കുലർ വിയർ ഓഫ് 1.2 meter wide and depth of water over it is 16.5 meter. The water coming out from the weir passes through a right angle triangular weir. Find the depth of water over the triangular weir. Take CD for rectangular and triangular weir as 0.62 and 0.6 respectively. Question simple ആണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് പറയുന്നത്? ഒരു റെക്ടാങ്കുലർ വിയറിന്റെ മുകളിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന വെള്ളം പിന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കുലർ വിയറിലൂടെ ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കുലർ വിയറിലൂടെ പോകുന്ന വാട്ടറിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം ഒന്ന് എടുത്തെഴുതാം. വാട്ടർ ഫ്ലോസ് ഓവർ എ റെക്ടാങ്കുലർ വിയർ ഓഫ് 1.2 meter. സോ width of rectangular weir L is equal to 1.2 meter. Head of water over the weir over rectangular
rectangular wear, h is equal to 16.5 centimeter. അപ്പോൾ മീറ്ററിൽ എത്ര വരും? 0.165 മീറ്റർ. ഇനി ട്രയാങ്കുലർ വിയറിന്റെ ആംഗിൾ ഓഫ് ട്രയാങ്കുലർ വിയർ എത്രയാ? റൈറ്റ് ആംഗിൾ triangular wear ആവുമ്പോൾ theta will be 90 degree. Now CD for rectangular wear എത്രയാ? 0.62. അതുപോലെ CD for triangular wear എത്രയാ? 0.6. അപ്പോൾ നമുക്ക് rectangular wearലോടുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. Discharge through rectangular wear എത്ര വരും? Q actual is equal to CD into 2/3 L root 2G into H raised to 3/2. That is 0.62 into 2/3 into 1.2 into root of 2 into 0.81 into 0.165 raised to 3/2. അതൊന്ന് സോൾവ് ചെയ്ത് എത്ര വരും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 0.147 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി ഇതേ വാട്ടർ തന്നെയാണ് റൈറ്റ് ആംഗിൾ വിയറിലൂടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കുലർ വിയറിന്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സോ discharge through triangular wear equation എന്താണ്? Q actual is equal to CD into 8/15 root 2 G tan theta by 2 H raised to 5/2. ഈ ഡിസ്ചാർജ് വാല്യൂ എത്രയാണ്? 0.147 ആയിരിക്കും. That is 0.147 is equal to CD 0.6 ആണ് ട്രയാങ്കുലർ വിയറിന് into 8/15 into root of 2 into 9.81 into tan of 90/2 into H raised to 5/2. ഈ H ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ H കിട്ടും. എത്ര വരും? Depth of water over triangular wear. അതാണ് ഈ H എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും 0.4039 meter or 40.39 സെന്റിമീറ്റർ. ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്ടാങ്കുലർ വിയറിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ പിന്നെ ട്രയാങ്കുലർ വിയറിലൂടെ ഫ്ലോ ചെയ്യും. അങ്ങനെയെങ്കിൽ ട്രയാങ്കുലർ വിയറിന്റെ മുകളിലുള്ള ഹെഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്, H. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് റെക്ടാങ്കുലർ വിയറിന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ മുകളിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ആ ഡിസ്ചാർജ് തന്നെയായിരിക്കും ട്രയാങ്കുലർ വിയറിലൂടെയുള്ള ഡിസ്ചാർജ്. അപ്പോൾ അതെ ട്രയാങ്കുലർ വിയറിന്റെ ഡിസ്ചാർജ് ഇക്വേഷനകത്ത് ഈ ഡിസ്ചാർജ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഹെഡ് ഓവർ ട്രയാങ്കുലർ വിയർ കിട്ടും. ഹെഡ് ഓവർ ട്രയാങ്കുലർ വിയർ കിട്ടും. Now next question, a trapezoidal notch 1.5 meter wide at the top and 0.6 meter wide at the bottom is 50 centimeter high. If the head of water in the notch is 30 centimeter, find the discharge through the notch. Take CD is equal to 0.6. ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രപ്പീസോയിഡൽ നോച്ച് 1.5 meter wide at the top and 0.6 meter wide at the bottom
is 50 centimeter high. If the head of water in the notch is 30 centimeter, find discharge through the notch. Take CD is equal to 0.6. നമ്മൾ ഒരു ട്രപ്പിസോയിഡൽ നോച്ചിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതൊരു കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കുലർ നോച്ച് ആൻഡ് ട്രയാങ്കുലർ നോച്ച് ആയിരിക്കും. ട്രപ്പിസോയിഡൽ നോച്ച് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കുലർ നോച്ച് ആൻഡ് ട്രയാങ്കുലർ നോച്ച് ആയിരിക്കും. നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ട്രപ്പിസോയിഡൽ നോച്ച് trapezoidal notch is a combination of rectangular notch and triangular notch. A B C D. ഇവിടെ A B C D ആണ് വാട്ടർ ലെവൽ. നോക്കിയേ, ഇവിടെ ഒരു റെക്ടാങ്കുലർ പോർഷനും ഈ രണ്ട് ട്രയാങ്കുലർ പോർഷനും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു സെൻട്രൽ ആംഗിൾ തീറ്റ വരുന്ന ഒരു ട്രയാങ്കുലർ നോച്ച് ആയിട്ട് മാറും. തന്നിരിക്കുന്ന എന്താണ്? ടോപ്പ് വിഡ്ത്ത് 1.5 മീറ്റർ, ബോട്ടം വിഡ്ത്ത് 0.6 മീറ്റർ. സോ ബി സിയും ഇ എഫും ഈക്വൽ ടു 0.6 ആണെങ്കിൽ എ ബിയും സി ഡിയും എത്ര വരും? 1.5 മൈനസ് 0.6/2. എ ബി ഇസ് ഈക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു 1.5 minus 0.6/2, that is 0.45 meter. അപ്പോൾ ഇവിടെ 0.45 മീറ്റർ, അതുപോലെ ഇവിടെയും 0.45 മീറ്റർ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് എഴുതാം? ഇത് ട്രപ്പിസോയിഡൽ നോച്ച്, അതിന്റെ ഹെഡ് 0.3 മീറ്റർ. ഇതെന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കുലർ ആൻഡ് ട്രയാങ്കുലർ നോച്ച്. ഇ ബി സി എഫ് 0.6 മീറ്റർ Q1 പ്ലസ് A B C D മൊത്തം കൂടെ 0.9 മീറ്റർ. ഇതിൻ്റെ കൂടെ ഡിസ്ചാർജ് Q2, ഈ ഫുൾ ആംഗിൾ തീറ്റ. സോ ഇതും H തന്നെയാണ്. സോ ഇങ്ങനെയായിരിക്കും വരിക ഒരു റെക്ടാങ്കുലർ നോച്ചിന്റെയും ട്രയാങ്കുലർ നോച്ചിന്റെയും കോമ്പിനേഷൻ. So top width 1.5, bottom 0.6, height 50 centimeter or 0.5 meter. Height of water over the notch ആണ് 0.3. ഈ height എന്ന് പറയുന്നത് 50 centimeter or 0.5 meter. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാം? ഇതിൽ ഈ ടോട്ടൽ ഡിസ്ചാർജ്